ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കുവാൻ നിലവിലുള്ളതിൽ മികച്ചൊരു പ്ലാറ്റ്ഫോമാണ് ക്രെഡ്. ക്രെഡ് ആപ്പിനെ പറ്റി ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ക്രെഡ് ആപ്പ് സെക്യൂർ ആണോ, അതുപോലെ തന്നെ ക്രെഡ് ആപ്പിൻ്റെ വർക്കിംഗ് മോഡൽ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾ വന്നിരുന്നു. മാത്രമല്ല ഇപ്പോൾ നിലവിൽ ക്രെഡ് ആപ്പിൽ പുതിയതായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ക്രെഡ് പ്ലാറ്റ്ഫോമിനെ പറ്റി നിങ്ങൾക്കുള്ള സംശയങ്ങളും അതുപോലെ തന്നെ ക്രെഡ് ആപ്പിൽ പുതിയതായിട്ട് വന്ന ഫീച്ചേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും വേണം. അതുകൊണ്ടാണ് വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. അപ്പോൾ എല്ലാവരെയും മലയാളത്തിനെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ക്രെഡ്. 2018 ക്രെഡ് ആപ്പ് ലോഞ്ച് ചെയ്തത്. ഫ്രീ ചാർജ് ആപ്പിൻ്റെ കോ ഫൗണ്ടറായിരുന്ന കുണാൽ ഷായുടെ സെക്കൻഡ് സ്റ്റാർട്ടപ്പാണ് ക്രെഡ് എന്ന് പറയുന്നത്. 2018 ലോഞ്ച് ചെയ്ത് 2019 ഫിനാൻഷ്യൽ ഇയറിൽ ഈ ഒരു ക്രെഡ് പ്ലാറ്റ്ഫോമിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം 64 കോടിയായിരുന്നു. പക്ഷേ ഓപ്പറേഷണൽ റവന്യൂ എന്ന് പറയുന്നത് വെറും 0 ആയിരുന്നു. ഈ ഒരു ക്രെഡ് പ്ലാറ്റ്ഫോമിൻ്റെ യുണീക്നെസ് കൊണ്ടും അവരുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി കൊണ്ടും കുറേയധികം ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ക്രെഡ് പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അങ്ങനെ നല്ലൊരു ഫണ്ട് റൈസ് ചെയ്യുവാൻ ക്രെഡ് പ്ലാറ്റ്ഫോമിന് സാധിച്ചു. ഇപ്പോൾ നിലവിൽ നമുക്കറിയാം IPLന്റെ ഒഫീഷ്യൽ പാർട്ണറാണ് ഈ ഒരു ക്രെഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. മാത്രമല്ല നിലവിൽ ഇന്ത്യയിലെ ടോപ്പ് 10 സ്റ്റാർട്ടപ്പുകളിൽ ഒന്നാണ് ക്രെഡ്. ഈ ഒരു ക്രെഡ് പ്ലാറ്റ്ഫോമിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഡിസൈൻ ആണ്. നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ഇന്റർഫേസും അതുപോലെ തന്നെ ആപ്പിന്റെ എല്ലാ പേജുകളിലെ ഇന്റർഫേസും എല്ലാം ഒരു ഫ്രഷ്നെസ് നൽകുന്ന ഒരു സിമ്പിൾ ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ക്രെഡ് ആപ്പിന്റെ ഒരു മനോഹരമായ ഡിസൈന് പിന്നിൽ ഒരു മലയാളിയാണ്. മലയാളി മ്യൂസീഷ്യനുമായ ഹരീഷ് ശിവരാമകൃഷ്ണനാണ് ക്രെഡ് ആപ്പിന്റെ ഡിസൈൻ ഹെഡ്. ഇനി നമുക്ക് ഈ ഒരു ക്രെഡ് പ്ലാറ്റ്ഫോമിന്റെ ബിസിനസ് മോഡൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒന്നാമതെന്ന് പറയുന്നത് ഡാറ്റയാണ്. നമുക്കറിയാം ഗൂഗിൾ ആയാലും ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും എല്ലാ കമ്പനികളും നമ്മുടെ ഡാറ്റ സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രെഡ് ആപ്പിന് നമ്മുടെ ഡാറ്റ ഉണ്ട്. എന്തൊക്കെ ഡാറ്റ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഏതൊക്കെയാണ്, നമ്മുടെ റീപേയ്മെന്റ് ഹിസ്റ്ററി, നമ്മുടെ റീപേയ്മെന്റ് കപ്പാസിറ്റി, നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ്. മാത്രമല്ല ഈ ഒരു ക്രെഡ് ആപ്പിൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ചെയ്യാനുള്ള ഒരു ഫീച്ചറുണ്ട്. അതിലൂടെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ അങ്ങനെയുള്ള നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റ ഈ ഒരു ക്രെഡ് പ്ലാറ്റ്ഫോമിന്റെ കയ്യിലുണ്ട്. അവരുടെ പ്രൈവസി പോളിസിയിൽ പറയുന്നത് അനുസരിച്ച് ഈ ഒരു ഡാറ്റ ഒന്നും തേർഡ് പാർട്ടിക്ക് അവർ സെല്ല് ചെയ്യുന്നില്ല. പക്ഷേ അവരുടേതായ ആവശ്യങ്ങൾക്ക് നമ്മുടെ ഈ ഒരു യൂസർ ഡാറ്റ ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ തന്നെ നിലവിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് 5 ലക്ഷം രൂപ വരെ ലോൺ നൽകുന്ന ഇൻസ്റ്റന്റ് ക്രെഡിറ്റ് ലൈൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ക്രെഡ് ആപ്പിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഫീച്ചറിലൂടെ നമുക്ക് ബാങ്കിലൊന്നും പോകാതെ പേപ്പർ വർക്ക് ഒന്നും നടത്താതെ സിമ്പിളായിട്ട് വെറും മിനിറ്റുകൾക്കുള്ളിൽ 5 ലക്ഷം രൂപ വരെയുള്ള ലോൺ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ലോൺ നൽകുന്നത് നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ടാണ്. ഇങ്ങനെ ഫ്യൂച്ചറിൽ നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് വിവിധ തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ക്രെഡ് ആപ്പിൽ ഇൻക്ലൂഡ് ചെയ്ത് അതിലൂടെ വരുമാനം ഉണ്ടാക്കാനായിട്ട് ക്രെഡ് പ്ലാറ്റ്ഫോമിന് സാധിക്കും. രണ്ടാമത്തെ ഒരു റവന്യൂ മോഡലാണ് വിവിധ ബ്രാൻഡുകളുമായി അസോസിയേറ്റ് ചെയ്തുള്ള പ്രൊമോഷണൽ റവന്യൂ എന്ന് പറയുന്നത്. ക്രെഡ് ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം അതിൽ വിവിധ ബ്രാൻഡുകളുടെ ഡിസ്കൗണ്ട്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് ആ ബ്രാൻഡുമായി അസോസിയേറ്റ് ചെയ്തുള്ളൊരു പ്രൊമോഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊമോഷൻ നടത്തുന്നതിലൂടെയും ക്രെഡ് ആപ്പ് നിലവിൽ റവന്യൂ ഏൺ ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് ക്രെഡ് പ്ലാറ്റ്ഫോമിൻ്റെ കയ്യിലുള്ള പ്രീമിയം കസ്റ്റമർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം ക്രെഡിറ്റ് കാർഡുള്ള എല്ലാവർക്കും ഈ ഒരു ക്രെഡ് ആപ്പിൽ ജോയിൻ ചെയ്യുവാനായിട്ട് സാധിക്കില്ല. സെലക്റ്റീവായിട്ടാണ് അവർ യൂസേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അതായത് ക്രെഡിറ്റ് സ്കോർ 750 മുകളിൽ വന്നാൽ മാത്രമേ നമുക്ക് ക്രെഡ് ആപ്പ് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കൂ. അങ്ങനെ 750 മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉള്ള ഒരു പ്രീമിയം കസ്റ്റമർ കമ്മ്യൂണിറ്റിയാണ് ക്രെഡ് ആപ്പ് ഇതിലൂടെ നിർമ്മിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. 750 മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉള്ള നല്ല സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ള ഈ ഒരു പ്രീമിയം കസ്റ്റമർ കമ്മ്യൂണിറ്റിയെ ഈ ഒരു ക്രെഡ് പ്ലാറ്റ്ഫോമിന് ഫ്യൂച്ചറിൽ വിവിധ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് റവന്യൂ നിർമ്മിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കുമുള്ള മറ്റൊരു സംശയമാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നിലവിൽ ക്രെഡ് ആപ്പിന് യാതൊരുവിധ സെക്യൂരിറ്റി പ്രോബ്ലവും ഇല്ല. അങ്ങനെ ഒരു പ്രോബ്ലം റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. എന്നാൽ നമുക്ക് ക്രെഡ് ആപ്പിൽ ഒരു ഫീച്ചർ ഉണ്ട്, ക്രെഡ് പ്രൊട്ടക്ട് എന്ന് പറഞ്ഞ്. ഈ ഒരു ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിൽ പേയ്മെന്റ് റിമൈൻഡർ, അതുപോലെ തന്നെ നമുക്ക് ഹിഡൻ ആയിട്ടുള്ള ചാർജ് നോട്ടിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർവീസ് ആയിട്ട് ക്രെഡ് നൽകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ക്രെഡ് പ്രൊട്ടക്ട് ഫീച്ചർ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മുടെ മെയിൽ ആക്സസ് ഈ ഒരു ആപ്പിന് നൽകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മെയിലിലേക്ക് വരുന്ന ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ക്രെഡ് പ്ലാറ്റ്ഫോം നമുക്ക് നൽകുന്നത്. പക്ഷേ ഈ ക്രെഡ് പ്രൊട്ടക്ട് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്ന നമ്മുടെ പേഴ്സണൽ മെയിൽ ഐഡിയുടെ ഫുൾ ആക്സസ് ഈ ഒരു ക്രെഡ് ആപ്പിന് നൽകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ക്രെഡ് പ്രൊട്ടക്ട് ഫീച്ചർ നല്ലതാണെന്ന അഭിപ്രായമാണുള്ളത്. പക്ഷേ പേഴ്സണലി ഞാൻ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്തിട്ടില്ല. കാരണം ഇത് തന്നെയാണ്, ഒരു തേർഡ് പാർട്ടി ആപ്പിന് എൻ്റെ മെയിൽ ഐഡിയിലേക്ക് ഫുൾ ആക്സസ് നൽകാൻ എനിക്ക് താല്പര്യമില്ല. ഇനി എന്തായാലും ക്രെഡ് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഒരു ഫുൾ ഓവർവ്യൂ
നമുക്ക് നോക്കാം. മാത്രമല്ല എനിക്ക് ഈ ഒരു ക്രെഡ് ആപ്പിൽ നിന്ന് ലഭിച്ച റിവാർഡ്സും ഒന്ന് പരിശോധിക്കാം. ക്രെഡ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വരുന്നത് IPLുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായ ഒരു ഇന്റർഫേസ് ആണ്. ഹോം പേജിൽ തന്നെ നമുക്ക് വിവിധ തരത്തിലുള്ള റിവാർഡുകൾ നേടാൻ സാധിക്കുന്ന പലതരത്തിലുള്ള ഗെയിമുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മുകളിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കാണുവാനായിട്ട് സാധിക്കും. പ്രൊഫൈൽ എടുക്കുവാൻ നേരത്ത് അതിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ അറിയുവാനായിട്ട് സാധിക്കും. എക്സ്പീരിയൻസ് ക്രെഡിറ്റ് സ്കോറാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അടിയിലായിട്ട് ക്രെഡ് പ്രൊട്ടക്റ്റ് എനേബിൾ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് പേഴ്സണലി ഇത് എനേബിൾ ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ എനേബിൾ ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് റെന്റ് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും പേയ്മെന്റ് എടുത്തുകൊണ്ട് നമുക്ക് റെന്റ് പേ ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ പ്രയോജനപ്പെടുത്തി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു റെന്റ് പേ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്തിട്ട് നമ്മുടെ റെന്റ് നൽകുന്ന ആളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിന് പകരം നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ ആരുടെയെങ്കിലും ബാങ്ക് അക്കൗണ്ടോ കൊടുത്തുകൊണ്ട് ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്നും പണം നമുക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനൊരു സർവീസ് ചാർജ് വരുന്നത് ഏകദേശം 1% മുതൽ 1.5% വരെയാണ്. നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്നും പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുവാനുള്ള വിവിധ മാർഗ്ഗങ്ങളെ പറ്റി ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. റെന്റ് ഓപ്ഷന്റെ താഴെയായിട്ട് നമുക്ക് നമ്മുടെ ബിൽ പേയ്മെന്റ് ഹിസ്റ്ററി കാണുവാനായിട്ട് സാധിക്കും. ഓൾ ട്രാൻസാക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് കാണാം. ലാസ്റ്റ് പേയ്ഡ് ട്രാൻസാക്ഷൻ ഇവിടെ കാണാം. പിന്നെ നമുക്ക് ഈ ഒരു ബിൽ പേയ്മെന്റിലൂടെ ഏൺ ചെയ്ത കോയിൻ ബാലൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രെഡ് കോയിൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് നടത്തുവാൻ നേരത്ത് നമ്മളുടെ ബിൽ പേയ്മെന്റ് എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ടിന് ഈക്വലന്റ് ആയിട്ടുള്ള ക്രെഡ് കോയിൻസ് നമുക്ക് ലഭിക്കും. എക്സാമ്പിളായിട്ട് നിങ്ങൾ ഒരു 50,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 50,000 ക്രെഡ് കോയിൻസ് ലഭിക്കും. ഈ ഒരു ക്രെഡ് കോയിൻസ് നമുക്ക് പല തരത്തിലുള്ള റിവാർഡ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനായിട്ട് ഉപയോഗിക്കാം. ഈ ഒരു ക്രെഡ് ആപ്പിന്റെ ഉള്ളിൽ തന്നെയുള്ള വിവിധ ഓഫേഴ്സ് നമുക്ക് ക്ലെയിം ചെയ്യുവാനായിട്ട് ഈ ഒരു ക്രെഡ് കോയിൻസ് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു ക്രെഡ് കോയിൻസ് പല തരത്തിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ഹോം പേജിൽ മുകളിലായിട്ട് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത് ഈ ഒരു ക്രെഡ് ആപ്പുമായി ബന്ധപ്പെട്ട തന്നെ സ്റ്റോറീസ് ആണ്. ഫ്യൂച്ചറിൽ വിവിധ ബ്രാൻഡുകളുടെ പ്രൊമോഷണൽ ഓഫേഴ്സ് ഈ ഒരു സ്റ്റോറി ആയിട്ട് നൽകിക്കൊണ്ട് വേണമെങ്കിൽ ക്രെഡിന് റവന്യൂ ജനറേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ബിൽ റിമൈൻഡറൊക്കെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ അതിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കാണിക്കും. പിന്നെ നമ്മുടെ കോയിൻ ബാലൻസ് പിന്നെ ഓഫേഴ്സ് ഒക്കെ വരുമ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഹോം പേജിൽ തന്നെ താഴെയായിട്ട് കാർഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഈ ഒരു കാർഡ് സെക്ഷനിലാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അവിടെ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ ബിൽ അടക്കാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് താഴെയായിട്ട് മണി എന്ന് പറയുന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഇതൊരു UPI ഇന്റർഫേസ് ആണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ നമുക്ക് UPI ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ക്രെഡിറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഈ ഒരു ക്രെഡിറ്റ് ക്ലബ്ബിലാണ് വിവിധ ബ്രാൻഡുമായി അസോസിയേറ്റ് ചെയ്തുള്ള പ്രൊമോഷണൽ ഓഫേഴ്സും റിവാർഡ് പ്രോഗ്രാമും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. മുകളിൽ തന്നെ നമ്മുടെ ക്രെഡ് കോയിൻസിന്റെ അവൈലബിൾ ബാലൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ എനിക്ക് നിലവിലുള്ളത് 66,415 ക്രെഡ് കോയിൻസ് ആണ്. പിന്നെ നമുക്ക് വിവിധ തരത്തിലുള്ള റിവാർഡ് പ്രോഗ്രാമുകളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഏൺ അപ് ടു 1000 എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് കാണാം നമുക്ക് ഒരു മിനിമം 1000 രൂപയുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കുവാൻ നേരത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയി കിട്ടും. എനേബിൾ ആയി കഴിയുന്ന നേരത്ത് നമുക്കൊരു ഡ്രാഗ് ഓപ്ഷൻ വരും. ഡ്രാഗ് ചെയ്യാൻ നേരത്ത് ഒരു ലക്കി ഡ്രോ ആണ്. നമുക്കൊരു 1000 രൂപ വരെ അപ് ടു എയിം ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും മിനിമം നമുക്കൊരു എമൗണ്ട് എന്തായാലും കിട്ടിയിരിക്കും. പിന്നെ താഴത്തായിട്ട് നമുക്ക് വിവിധ ബ്രാൻഡുകളുടെ നമുക്ക് റിവാർഡ് പ്രോഗ്രാമുകൾ കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജിയോ 7 പ്രോ നേടുവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വെറും 2000 ക്രെഡിറ്റ് കോയിൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 30% to 100% ഓഫ് നേടാനുള്ള അവസരമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമായിട്ട് ജിയോ 7 പ്രോ മെമ്പർഷിപ്പ് കിട്ടും. മിനിമം 30% എന്തായാലും കിട്ടിയിരിക്കും. അങ്ങനെ മിന്ത്ര, ജിയോ അങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുമായി അസോസിയേറ്റ് ചെയ്തുള്ള പ്രൊമോഷണൽ പ്രോഗ്രാംസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൊക്കെ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കോയിൻ സ്പെൻഡ് ചെയ്ത് നമുക്ക് ഈ ഒരു റിവാർഡ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇപ്പോൾ ഒരു അജിയോയുടെ ഒരു റിവാർഡ് പ്രോഗ്രാം ഉണ്ട്. നമ്മൾ ഒരു 1000 ക്രെഡിറ്റ് കോയിൻ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 500 രൂപ മുതൽ 5000 രൂപ വരെ ajiyo.com പ്ലാറ്റ്ഫോമിൽ ഓഫ് നേടുവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചാൻസ് ആണ് പറയുന്നത്. എന്തായാലും മിനിമം 500 രൂപയുടെ ഒരു ഓഫ് എങ്കിലും നമുക്ക് കിട്ടിയിരിക്കും. ഞാൻ എന്തായാലും ഇതൊന്ന് ഉപയോഗിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനൊരു 1000 കോയിൻ സ്പെൻഡ് ചെയ്യാണ്. താഴത്തേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഇപ്പോൾ എനിക്ക് എത്ര രൂപയുടെ ഓഫ് കിട്ടുമെന്ന് അറിയാനായിട്ട് സാധിക്കും. കണ്ടോ, എനിക്ക് ഒരു 500 രൂപയുടെ ഒരു വൗച്ചർ കിട്ടി. എന്തായാലും മിനിമം 500 രൂപയുടെ വൗച്ചറെങ്കിലും കിട്ടിയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വിവിധ ബ്രാൻഡുകളുടെ ഓഫേഴ്സ് നമുക്ക് ഈ ഒരു ക്രെഡ് ആപ്പിലൂടെ ക്ലെയിം ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ ഒരു ക്രെഡ് കോയിൻസ് ഉപയോഗിച്ച് നമ്മൾ ഒരു തേർഡ് പാർട്ടി പേടിഎം അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അല്ലെങ്കിൽ ബാങ്കിൻ്റെ ആപ്പ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള യാതൊരുവിധ ആനുകൂല്യം നമുക്ക് ലഭിക്കില്ല. അത് എത്ര വലിയ ബിൽ എമൗണ്ട് അടച്ചെന്ന് പറഞ്ഞാലും. പക്ഷേ ആ ഒരു സെയിം കാര്യം നമ്മൾ ഈ ഒരു ക്രെഡ് പ്ലാറ്റ്ഫോമിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയും താഴേക്ക് പോകുമ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള റിവാർഡ് പ്രോഗ്രാമുകൾ കാണാനായിട്ട് സാധിക്കും. ഏൺ അപ് ടു 1,00,000, ഏൺ അപ് ടു 10,000, ഏൺ അപ് ടു 5,000. ഇതൊക്കെ എന്ന് പറയുന്നത് മിനിമം ഒരു ഇത്ര രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ
ബില്ലടക്കാൻ നേരത്താണ് ഇതൊക്കെ ആക്ടിവേറ്റ് ആവുക. ഇപ്പോൾ 5000 രൂപ ഏൺ ചെയ്യാനുള്ള റിവാർഡ് പ്രോഗ്രാമിൽ എൻട്രി ചെയ്യണമെങ്കിൽ നിങ്ങൾ മിനിമം 5000 രൂപയെങ്കിലും ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കണം. ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏൺ അപ് ടു 1 ലക്ഷം എന്ന് പറഞ്ഞ ആ ഒരു ക്രെഡിറ്റ് റിവാർഡ് പ്രോഗ്രാം എനേബിൾ ആകും. അതിനോടൊപ്പം തന്നെ ഈ ഒരു 10,000-ൻ്റെയും ആകും, 5000-ൻ്റെയും ആകും, 1000-ൻ്റെയും ആകും. അപ്പോൾ ഈ ഒരു റിവാർഡ് പ്രോഗ്രാമൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ നേരത്തെ കാണിച്ച പോലെ ജസ്റ്റ് ഡ്രാഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അങ്ങനെ നമ്മൾ ഡ്രാഗ് ചെയ്യാൻ നേരത്ത് ഇവർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു അപ് ടു പറഞ്ഞിരിക്കുന്ന എമൗണ്ടിനുള്ളിൽ വരുന്ന ഒരു മിനിമം എമൗണ്ട് നമുക്ക് എന്തായാലും നമുക്ക് ഈ ഒരു റിവാർഡായിട്ട് ലഭിച്ചിരിക്കും. അല്ലാതെ ഗൂഗിൾ പേയിലുള്ളതുപോലെ ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം ഒന്നും പറയില്ല. അങ്ങനെ ഈ ഒരു റിവാർഡ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ റിവാർഡ് പ്രോഗ്രാമുകൾ കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ടിപ്പുറത്തായിട്ട് സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് വിവിധ ബ്രാൻഡുമായി അസോസിയേറ്റ് ചെയ്തുള്ള പ്രൊമോഷണൽ ഓഫേഴ്സ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ക്രെഡ് കോയിൻസ് സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസ്കൗണ്ട്സ് നേടുവാനായിട്ട് സാധിക്കും. അതെന്തായാലും നല്ലൊരു ഫീച്ചറാണ്. കാരണം ഈ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ കിട്ടിയ ഒരു ക്രെഡ് കോയിൻ ഉപയോഗിച്ച് നമുക്ക് ഒരു നിശ്ചിത എമൗണ്ട് നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ബെനിഫിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്രെഡ് ആപ്പിൽ ആഡ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് കാർഡിൽ ലഭ്യമായിട്ടുള്ള ഓഫേഴ്സൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ HDFCയുടെ ഒരു ക്രെഡിറ്റ് കാർഡാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് കാർഡിൽ ലഭ്യമായിട്ടുള്ള വിവിധ പ്ലാറ്റ്ഫോമുകളുടെ ഓഫേഴ്സൊക്കെ നമുക്ക് ഒറ്റ ഒരു വ്യൂവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതെന്തായാലും നല്ലൊരു ഫീച്ചറാണ്. നമ്മൾ ഓഫറും തപ്പി നടക്കേണ്ട കാര്യമില്ല. ഓഫറൊക്കെ ഇവിടെ ഇവരെ ലിസ്റ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഇനി എന്തായാലും എനിക്ക് കിട്ടിയ റിവാർഡുകൾ കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ ക്രെഡ് ക്ലബിൻ്റെ അവിടെ ട്രോഫി റൂം എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 83 ടോട്ടൽ വിന്നാണ് എൻ്റെ ഈ ഒരു അക്കൗണ്ടിലുള്ളത്. അതിലൂടെ എനിക്ക് 12,622 രൂപ ലഭിച്ചിട്ടുണ്ട്. ടോട്ടൽ വിന്നിങ് എമൗണ്ട് എന്ന് പറയുന്നത് 13,921 രൂപയാണ്. അതിലെനിക്ക് ക്യാഷ് ആയിട്ട് ലഭിച്ചത് ഈ ഒരു 12,622 രൂപയാണ്. ഈ ഒരു 12,622 രൂപയും എൻ്റെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്കാണ് വരുന്നത്, അല്ലാതെ ബാങ്ക് അക്കൗണ്ടിലേക്കല്ല വരുന്നത്. എന്തായാലും ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കുന്നതിലൂടെ ഈ ഒരു 13,921 രൂപ സേവ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ക്രെഡ് ആപ്പിനെ പറ്റി ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ക്രെഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്രെഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ നിലവിൽ ക്രെഡ് ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്രെഡ് ആപ്പിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ടെലിഗ്രാമിൻ്റെയൊക്കെ ലിങ്കും ഈ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇൻസ്റ്റൻ്റ് ആയിട്ട് റിപ്ലൈ വേണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി